നമസ്കാരം. ഏതൻ എഡ്യൂക്കേഷണൽ സൊസൈറ്റിയിലേക്ക് സ്വാഗതം. ഒരു കോഴ്സ് തിരഞ്ഞെടുക്കുമ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങളാണ്. ഒന്നാമതായിട്ട് ആപ്റ്റിറ്റ്യൂഡ്. ആപ്റ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നമ്മളൊക്കെ ചായ ഉണ്ടാക്കുന്നവരാണ്. പക്ഷേ നമ്മളുണ്ടാക്കുന്ന ചായ വളരെ ടേസ്റ്റ് ആയിരിക്കണം എന്ന് മനസ്സിൽ നിശ്ചയിച്ചുകൊണ്ട് നല്ല എഫേർട്ട് ചെയ്ത്, ചിലരിപ്പം സ്പൈസസ് ഏലയ്ക്ക ഉപയോഗിക്കുന്നുണ്ട്. എത്രത്തോളം ടേസ്റ്റ് ആക്കാൻ പറ്റുമോ അത്രത്തോളം നമ്മൾ കൊടുക്കണമെന്ന് ആഗ്രഹിച്ച് കൊടുക്കുന്ന, അതുപോലെ തന്നെ നമ്മൾ എടുക്കുന്ന കോഴ്സ് അതിനകത്ത് നിന്ന് എത്രത്തോളം നമ്മുടെ പെർഫോമൻസ് കൂട്ടി നല്ലൊരു ഔട്ട്കം കൊടുക്കാൻ പറ്റുമോ അതിനെയാണ് ആപ്റ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്. ഇൻട്രസ്റ്റ്, നമുക്ക് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള മേഖല ഏതാണോ ഇൻട്രസ്റ്റ്, അത് ബേസ് ചെയ്തിട്ട് വേണം ഒരു കരിയർ എടുക്കാൻ. ആപ്റ്റിറ്റ്യൂഡ് ബേസ് ചെയ്ത് വേണം ഒരു കരിയർ എടുക്കാൻ. അതുപോലെ തന്നെ ഇൻട്രസ്റ്റ്, അക്കാഡമിക് പെർഫോമൻസ്, നമ്മുടെ പ്രീവിയസ് 8, 9, 10ാം ക്ലാസ്സിൽ ഏറ്റവും കൂടുതൽ മാർക്ക് ലഭിച്ചിട്ടുള്ള സബ്ജക്റ്റ്, ആദ്യത്തെ 3 സബ്ജക്റ്റ് ബേസ് ചെയ്തിട്ട് നമുക്ക് കോഴ്സ് തിരഞ്ഞെടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ പേഴ്സണാലിറ്റി, നമ്മുടെ സ്വഭാവത്തിനനുസരിച്ചായിരിക്കണം. ചിലർക്ക് നല്ല സംസാരിക്കുന്ന കുട്ടി ബാങ്കിങ് മേഖല കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. ചിലർ കുറച്ച് എന്താ പറയുന്ന സെൻറ്റിമെൻ്റൽ മൈൻഡായിട്ടുള്ളൊരു വ്യക്തിക്ക് MBBS മെഡിക്കൽ മേഖല നന്ന ആപ്റ്റായിരിക്കും. എംപതറ്റിക്കൽ മൈൻഡ് സ്കിൽസുള്ളവർക്ക്. അപ്പോൾ അവരുടെ പേഴ്സണാലിറ്റി, അവരുടെ സ്വഭാവം അനുസരിച്ചായിരിക്കണം അവരെടുക്കുന്ന കോഴ്സ്. അവരുടെ ഡ്രീംസ്, സ്വപ്നം അനുസരിച്ചായിരിക്കണം. വിഷൻ, അതുപോലെ ബിലീഫ്, അവരുടെ വിശ്വാസങ്ങൾക്ക് അടിസ്ഥാനമായിരിക്കണം അവരുടെ എടുക്കുന്ന കോഴ്സ്. അതുപോലെ തന്നെ എക്സ്പെക്റ്റേഷൻ ഫ്രം ലൈഫ്, ജീവിതത്തിൽ നമ്മുടെ പ്രതീക്ഷകൾ. ഇപ്പോൾ ചില കുട്ടികളുടെ ഇഷ്ടമെന്ന് പറയുന്നത് ഭയങ്കരമായിട്ട് നല്ല രീതിയിൽ നല്ലൊരു ഭവനം, നല്ലൊരു വണ്ടി, നല്ല ജീവിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരിക്കാം. പക്ഷേ അവരെടുക്കുന്ന കോഴ്സ് ചിലപ്പോൾ ഒരു ഡിപ്ലോമ കോഴ്സായിരിക്കാം. പക്ഷേ അതിൻ്റെ വരുമാനം കൊണ്ട് അവർക്ക് ഒരിക്കലും നല്ലൊരു ലൈഫിലേക്ക് എത്താൻ സാധിക്കില്ല. അതുകൊണ്ട് നല്ലൊരു ലൈഫ് വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് നമ്മുടെ ജീവിതത്തിലെ പ്രതീക്ഷകൾ കൂടെ നോക്കി വേണം ഒരു കോഴ്സ് എടുക്കാൻ. നമ്മൾ പഠിക്കുന്ന കോഴ്സിൽ നിന്ന് ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടണം, നല്ല വരുമാനം കിട്ടണം, എല്ലാ രീതിയിലും നമ്മുടെ ലൈഫിന് അത് അനുയോജ്യമായിരിക്കണം. അത് ചില സ്ട്രാറ്റജി ആയിട്ട് ഞാൻ പറഞ്ഞ ആപ്റ്റിറ്റ്യൂഡ്, ഇൻട്രസ്റ്റ്, അക്കാഡമിക് പെർഫോമൻസ്, പേഴ്സണാലിറ്റി, ഡ്രീംസ്, വിഷന്, ഇങ്ങനെ ചില കാര്യങ്ങൾ ബേസ് ചെയ്തിട്ട് വേണം കോഴ്സുകൾ എടുക്കാനായിട്ട്. കൂടുതലായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് ഞങ്ങളുടെ സഹായം അഭ്യർത്ഥിക്കാൻ ഞങ്ങളുടെ നമ്പർ ഇതിലുണ്ട്. ആ നമ്പറിൽ വിളിച്ചാൽ കൂടുതലായിട്ട് കൗൺസിലിംഗ്, കൂടുതലായിട്ട് നിങ്ങൾക്ക് പേഴ്സണൽ കൗൺസിലിങ്ങിലേക്ക് വരാവുന്നതാണ്. കൂടുതലായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. ഇത്രയും കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞ് വേണം, അതിൻ്റെ സ്റ്റെപ്സ് ബേസ് ചെയ്തിട്ട് വേണം നമ്മളൊരു കരിയർ എടുക്കാനായിട്ട്. ഈ ഒരു ക്രൈറ്റീരിയ ബേസ് ചെയ്തിട്ട് മാത്രമേ നമ്മുടെ 10ാം ക്ലാസ് കഴിഞ്ഞിട്ടുള്ള ഓപ്ഷനും +2 കഴിഞ്ഞിട്ടുള്ള ഓപ്ഷനും കോളേജ് കഴിഞ്ഞിട്ടുള്ള മൾട്ടി ഓപ്ഷനും എടുക്കുന്നത് ഉചിതമായിരിക്കും.